ഞാനേ ഈ ഹോട്ടലുകളിലൊക്കെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ തൈര് ഉണ്ടാക്കാറുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. കട്ട തൈരായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കമത്തിയിട്ട് അങ്ങനെ തന്നെ വീഴും. ബ്ലൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കട്ടിയായിട്ട് വീഴില്ലേ, അതേപോലെ തൈരുണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയ തൈരാണിത്. ഇപ്പോൾ തീർന്നുകൊണ്ട് മനസ്സിലാവില്ല. അപ്പം ഇതിപ്പോൾ തൈര് തീർന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഉറവഴിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അത് അങ്ങനെ എടുക്കണേന്നുള്ളത്. തൈര് ഇത്രയും വരെ ആണ് ഒഴിക്കണമെന്ന് വെച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, കുറേ മുമ്പ് ഈ വീഡിയോ തന്നെയായിട്ട് എടുത്തിട്ട്. ഒരു ഉദ്ദേശം ഒരു ടേബിൾ സ്പൂൺ തൈര്, ഉദ്ദേശമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. ശരിക്കും നമ്മുടെ തൈരിലേക്ക് ഈ ബ്രഷ് മുക്കിയിട്ടുണ്ടല്ലോ, അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഈ പാത്രത്തിൽ. ഞാനങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ചുറ്റിക്കും. അപ്പോൾ കണ്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആയി വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് എത്രയുണ്ട് സൈഡ് വരെ ആക്കാൻ പറ്റുമോ നമുക്ക് അത്രയും വരെ പാലൊഴിക്കാം. ഇതിപ്പോൾ ഒരു ട്രിപ്പ് ആക്കി വരുമ്പോഴേക്കും ഒന്ന് താഴേക്ക് തിരിച്ചു പിടിക്കണം, എന്നാൽ വീണ്ടും ഒഴുകി താഴേക്ക് പോകും. കാരണം നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് വരുമ്പോൾ അത് തിരിക്കണതുണ്ടല്ലോ, അതും കൂടെ വീണ്ടും അതും കൂടെ എടുത്തു. കറക്റ്റ് ഈ പാത്രം ഞാൻ പറഞ്ഞ ലെവലിന് തൈരയക്കണമല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു തുള്ളി തൈരങ്ങനെ അടിയിൽ കണ്ടാലേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഊറ്റി മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഇത് കിടന്നാലും അത് ഊറ്റി മാറ്റി ഞാൻ. ഇനി ഇതിലേക്ക് പാൽ ഒഴിക്കാം. അപ്പോൾ പാൽ കുറച്ച് പൊട്ടിച്ചതിരിപ്പുണ്ട്, അത് ഒഴിച്ചു കൊടുക്കണം ഞാൻ. ഇനി നമുക്ക് ഈ പാൽ ബാക്കി ഇതുണ്ട് കവറിലുണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഒഴിക്കണുള്ളൂ കേട്ടോ. എന്താണെന്നോ, ഇത് പാല് അളവ് കുറവ്, അതിന് തൈര് അധികം ആവുന്നില്ല ഇത്, കാരണം ഞാൻ ഊറ്റിക്കളഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. കാലത്തെ കട്ടൻ കാപ്പി ആയി പോകും, അതാ. അപ്പം നമുക്കിത് ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. മുകളിലേക്ക് അയക്കണതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാട്ടോ ആ ചുറ്റിച്ചത് ഞാൻ. ഇനി നമുക്ക് രാവിലെ കാണാം കേട്ടോ ഈ കട്ട തൈരായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതോടെ ഇരിക്കട്ടെ. അപ്പോൾ അതേ നമ്മൾ ഇന്നലെ ഉറവഴിച്ച് വെച്ച തൈര് രാവിലെ റെഡിയായിരിക്കണ കണ്ടോ, അനങ്ങാത്ത കണ്ടോ. അതേ തൊടുമ്പോൾ എങ്ങോട്ട് കുലുക്കിയിട്ട് അത് അനങ്ങുന്നില്ല അവിടുന്ന്. ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന തൈര്. അപ്പോൾ ഞാനത് സ്പൂണിലെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ ഒന്നും കൂടെ. ഇനി ഇതേമാതിരി എല്ലാവരും ഉറവഴിച്ചോളൂ. ഇങ്ങനത്തെ കട്ട തൈര് കിട്ടണമെന്നുണ്ടെങ്കിൽ പുളി നിങ്ങളുടെ പാകത്തിന് റെഡിയാവുന്ന സമയത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളൂ. അതാ കണ്ടോ, അടിപൊളി കട്ട തൈര്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ?